എന്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമി എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ കോഡുകളായിട്ട് എങ്ങനെയാണ് ഓരോ കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ലെസണുകൾ ചെയ്തിരുന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ ഒരു ലെസണിൽ കൂടുതൽ കോഡുകളായിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സൗകര്യപ്പെടുന്ന രീതിയിൽ, രസകരമായ രീതിയിൽ പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള കോഡുകളാണ് ഈ ഒരു ലെസണിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നല്ലൊരു റേറ്റിംഗും റിവ്യൂസും നൽകിയാൽ മാത്രമേ, നിങ്ങളുടെ കമന്റുകളിലൂടെ നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരുപാട് കോഡുകൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ആദ്യമായി അറിയിക്കുകയാണ്. നോക്കാം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കോഡുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഏതൊക്കെ ഭാഷകളാണ് യുണൈറ്റഡ് നേഷൻസിൽ UN സംസാരിക്കുന്നത്? ലാംഗ്വേജസ് ഇൻ UN എന്നുള്ളതാണ് ഒരു കോഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കുന്ന ഭാഷകൾ ഇതൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറേബ്യ. ഏതൊക്കെയാ? ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലാംഗ്വേജുകളാണ് UN സംസാരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്തെടുക്കുക. എന്നിട്ട് കോഡ് പഠിച്ചാൽ പിന്നെ അത് മറന്നു പോകുകയില്ല. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ് ആൻഡ് അറബിക്. കോഡ് ഇതാണ്. യുണൈറ്റഡ് നേഷൻസ് ആണല്ലോ, കുറച്ച് കൂടിയാനാണല്ലോ അല്ലെ. അപ്പൊ രാജ്യങ്ങളുടെ പേര് കേൾക്കുമ്പോഴും സംസാരിക്കുന്ന ഭാഷ കേൾക്കുമ്പോഴും നമുക്കറിയാം കുറച്ച് ഫോറിൻ ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. AC റീഫ്രഷ് ചെയ്താൽ മതി. AC റീഫ്രഷ് ചെയ്താൽ മതി. കുറച്ച് കൂടിയാനാണല്ലോ അല്ലെ. AC റീഫ്രഷ് ചെയ്താൽ മതി. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? A ഫോർ അറബിക്, C ഫോർ ചൈനീസ്. ACയിലെ A ഫോർ അറബിക്, C ഫോർ ചൈനീസ്. റീഫ്രഷ്. ഓക്കെ, R ഫോർ റഷ്യൻ, E ഫോർ ഇംഗ്ലീഷ്, F ഫോർ ഫ്രഞ്ച്. പിന്നെ ആറി ഒരു വട്ടം ഇവിടെ ഓൾറെഡി വന്നല്ലോ, അതുകൊണ്ട് ഈ ആറി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. S ഫോർ സ്പാനിഷ്. ഓക്കെ, AC റീഫ്രഷ് ചെയ്യുക എന്ന് ആലോചിച്ചാൽ മതി. യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. എന്താണ്? AC റീഫ്രഷ് ചെയ്യാം. AC A ഫോർ അറബിക്, C ഫോർ ചൈന, R ഫോർ റഷ്യൻ, E ഫോർ ഇംഗ്ലീഷ്, F ഫോർ ഫ്രഞ്ച്. പിന്നത്തെ ആ ആറി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ H ഒഴിവാക്കുക, അവസാനം H ആവശ്യമില്ല, അതങ്ങ് ഒഴിവാക്കി കളഞ്ഞേക്കുക കേട്ടോ. S ഫോർ സ്പാനിഷ്. ഓക്കെ, അപ്പൊ AC റീഫ്രഷ് ചെയ്താൽ യുണൈറ്റഡ് നേഷൻസിൽ ഏതൊക്കെ ഭാഷകളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും. AC റീഫ്രഷ് ആണ്, രാജ്യങ്ങളുടെ പേര് പഠിക്കുക. ഞാനിവിടെ നമുക്ക് ഒരുപാട് കോഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ എക്കാലത്തേക്കും നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം ഇത്തരത്തിൽ പഠിക്കാനാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് കോഡുകൾ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്ന ഏത് പരീക്ഷകൾക്കാണെങ്കിലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും, VU ആണെങ്കിലും, അസിസ്റ്റന്റ് ഗ്രേഡ് ആണെങ്കിലും, LDC ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഒരുപാട് PSC ചോദിക്കുന്ന ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഡുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അടുത്തത്, ഈ കോഡ് നിങ്ങൾ പലരും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലേക്ക് ആവാഹിക്കുക. അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ ആൻഡ് പമ്പ. ഏതൊക്കെയാ? അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ, പമ്പ. ഈ പേരുകൾ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കോഡുകൾ കേട്ടോ. അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ, പമ്പ. അച്ചൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ, പമ്പ. ഇതൊന്ന് മനസ്സിലേക്ക് 2-3 പ്രാവശ്യം പഠിക്കുക. എന്നിട്ട് ഈ കോഡൊന്ന് വായിച്ചു നോക്കിയേ. അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നു. അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നിരുന്നു. ഓക്കെ, അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നിരുന്നു. വളരെ സിമ്പിൾ അല്ലേ? അച്ഛൻ കോവിലാർ, അച്ഛൻ മൂവാറ്റുപുഴ തന്നെ പോയപ്പോൾ മണിമലയാർ. മണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മാത്രമേ, ആ നദിയുടെ പേര് മാത്രമേ മനസ്സിലേക്ക് വരികയുള്ളൂ. മണിമലയാർ, മീനയുമായി മീനച്ചിലാർ, പമ്പ കടന്നു, പമ്പ. ഓക്കെ, അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നു. അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നു. അച്ഛൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ, പമ്പ.
ഈ കോഡുകളൊക്കെ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള കോഡുകളാണ്. നേരത്തെ പറഞ്ഞൊന്നും നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയും കേൾക്കാത്ത കോഡുകളായിരിക്കും, കാരണം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ് പറഞ്ഞത്. അച്ഛൻ കോവിലാർ, മൂവാറ്റുപുഴ, മണിമലയാർ, മീനച്ചിലാർ ആൻഡ് പമ്പ. അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നു. ഓക്കെ, അടുത്തത് എവിടേക്കാണ് റുപ്പി എന്ന് പറയുന്ന കറൻസി ഉള്ളത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. എവിടേക്കാണ് റുപ്പി, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന റുപ്പി എന്ന് പറയുന്ന കറൻസി ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നു. പിക്സ് ഓഫ് മാൻ. ഓക്കെ, പിക്സ് ഓഫ് മാൻ ചിത്രം, മനുഷ്യന്റെ ചിത്രമാണ് പിക്സ് ഓഫ് മാൻ. ഓക്കെ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ പണമാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകൾ ചിന്തിച്ചു വരുന്നതും പ്രയോഗിച്ചു വരുന്നതും ഒക്കെ. പിക്സ് ഓഫ് മാൻ പൈസയാണ്. ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ആ ഫോട്ടോ നമ്മുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. പിക്സ് ഓഫ് മാൻ. ഓക്കെ, പിക്സ് ഓഫ് മാൻ, പിക്സ് ഓഫ് മാൻ, പിക്സ് ഓഫ് മാൻ, പിക്സ് ഓഫ് മാൻ എന്നുള്ള കോഡ് മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ അയൽരാജ്യങ്ങളാണ് ഏകദേശം ഒക്കെ. അപ്പൊ നമുക്ക് കേട്ടാലും കുറച്ചൊക്കെ മനസ്സിലേക്ക് ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. പി പാകിസ്ഥാൻ, ഐ ഇന്ത്യ, സി സിലോൺ കേട്ടിട്ടുണ്ടാവും. ചൈന എന്ന് വിചാരിക്കരുത്, ചൈന അല്ല, സിലോൺ ആണ്. ഓക്കെ, പാകിസ്ഥാൻ, ഇന്ത്യ, സിലോൺ, ശ്രീലങ്ക. പാകിസ്ഥാൻ, ഇന്ത്യ, സിലോൺ, ശ്രീലങ്ക. ഇതാണ് എന്ത് പിക്സ് ഓഫ് മാൻ. മാൻ എമ്മും എന്നും മാത്രം നോക്കിയാൽ മതി. മൗറീഷ്യസും നേപ്പാളും, മൗറീഷ്യസും നേപ്പാളും, മൗറീഷ്യസും നേപ്പാളും, മൗറീഷ്യസും നേപ്പാളും. അപ്പൊ ഏതൊക്കെയാ പിക്സ് ഓഫ് മാൻ? കറൻസി, റുപ്പി എന്ന് പറയുന്ന കറൻസി നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. പിക്സ് ഓഫ് മാൻ, പിക്സ് ഓഫ് മാൻ. ഓക്കെ, പാകിസ്ഥാൻ, ഇന്ത്യ, സൈലോൺ, ശ്രീലങ്ക, മൗറീഷ്യസ് ആൻഡ് നേപ്പാൾ. പിക്സ് ഓഫ് മാൻ. ഒരു പൈസ കെട്ടുമായിട്ട് ഒരാളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. പിക്സ് ഓഫ് മാൻ. ഓക്കെ, റുപ്പി എന്ന് പറയുന്നതിന്റെ ഒരു പിക്സ് ഓഫ് മാൻ, പിക്സ് ഓഫ് മാൻ മനസ്സിലുണ്ടാവുക. രാജ്യങ്ങളുടെ പേരുകൾ പാകിസ്ഥാൻ, ഇന്ത്യ, സിലോൺ, ശ്രീലങ്ക, മൗറീഷ്യസ് ആൻഡ് നേപ്പാൾ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, എന്നാലേ മനസ്സിലേക്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒരുപാട് കോഡുകൾ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത കോഡിലേക്ക് പോവുകയാണ്. വേമ്പനാട്ട് കായൽ പതിക്കുന്ന നദികൾ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ നമ്മൾ ഇവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ വേമ്പനാട്ട് കായലിലെ ദ്വീപുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേമ്പനാട്ട് കായലിലെ ദ്വീപുകളെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വൈവ ഉണ്ട്. നമ്മളൊക്കെ വൈവ എന്ന് പറയുന്ന പേര് നമ്മളെ മനസ്സിലേക്കൊക്കെ കേട്ടാൽ തന്നെ അറിയാലോ. ഒരു വൈവ ഉണ്ട്. എന്തിനെ കുറിച്ച്? പാവക്കയെ കുറിച്ച് ഒരു വൈവ ഉണ്ട്. ഓക്കെ, വേമ്പനാട്ട് കായലിൽ പാവക്ക കൃഷിയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു വൈവ ഉണ്ട്. പാവക്ക വൈവയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാവക്കയുടെ ഒരു വൈവയാണ് കേട്ടോ. അപ്പൊ പാവക്ക വൈവ എന്നുള്ളതാണ് കോഡ് തന്നെ. എന്താണ്? പാവക്ക വൈവ, പാവക്ക വൈവ. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ദ്വീപുകൾ എന്നുള്ളതൊന്ന് വായിച്ചു നോക്കാം. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, വെല്ലിംഗ്ടൺ ഐലൻഡ് കേട്ടിട്ടുണ്ടാവും. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. വൈപ്പിൻ, വല്ലാർപാടം, കടമാക്കുടി, വെല്ലിംഗ്ടൺ, പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. ഈ പേരുകൾ മനസ്സിലേക്ക് എടുക്കുക. എന്തിനെ കുറിച്ച് നമുക്ക് വൈവയുള്ളത്? പാവക്കയെ കുറിച്ച്. ആ എഴുതിയിരിക്കുന്നത് ചെറിയ രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യണം. വെക്ക, നമ്മൾ പറയുമ്പോ അങ്ങനെയാണല്ലോ പറയാ, പാവയ്ക്ക എന്നാണല്ലോ പറയാ അല്ലെ. പാവക്ക എന്ന് ഒരിക്കലും പറയില്ല, പാവയ്ക്ക എന്നാ പറയാ. അപ്പൊ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. പാവക്ക വൈവ, പാവക്ക വൈവ. പാ ഫോർ പാതിരാമണൽ, വിഇ വേ ഫോർ വെല്ലിംഗ്ടൺ, കടമാക്കുടി ഒരു സ്ഥലത്തിന്റെ പേരാണ്. കടമാക്കുടി ഒരു ദ്വീപാണ്. കടമാക്കുടി. പാവക്ക വൈവ. വൈപ്പിൻ, വല്ലാർപാടം, വൈപ്പിൻ, വല്ലാർപാടം, വൈപ്പിൻ, വല്ലാർപാടം. അപ്പൊ വേമ്പനാട്ട് കായലിൽ ഒരുപാട് പാവക്ക കൃഷിയുണ്ട്. അതിനെ കുറിച്ച് ഒരു വൈവ ഉണ്ട് കേട്ടോ. പാവക്ക വൈവ എന്നുള്ളതാണ് കോഡ്. ഏതൊക്കെ ദ്വീപുകളാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ എന്തായിരുന്നു? അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയപ്പോൾ മണി മീനയുമായി പമ്പ കടന്നു എന്നുള്ളതായിരുന്നു. ഇനി അവിടെയുള്ള ദ്വീപുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ, പാവക്ക വൈവ. പാവയ്ക്കയെ കുറിച്ചൊരു വൈവയുണ്ട് അല്ലെ. പാവക്ക വൈവ. പാതിരാമണൽ, വെല്ലിംഗ്ടൺ, കടമാക്കുടി, വൈപ്പിൻ, വല്ലാർപാടം. ഓക്കെ, ഇനി റുപ്പി കറൻസി നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് പിക്സ് ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പഠിക്കാം. പാകിസ്ഥാൻ, ഇന്ത്യ,
സൈലോൺ, ശ്രീലങ്ക, മൗറീഷ്യസ്, നേപ്പാൾ. വേറെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലാംഗ്വേജസ് ഇൻ യുണൈറ്റഡ് നേഷൻസ്. യുണൈറ്റഡ് നേഷൻസിൽ സംസാരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാന്നുള്ളത് എന്താണ്? കുറച്ച് കൂടിയ ആളുകളായതുകൊണ്ട് തന്നെ AC ആണ്. AC വർക്ക് ചെയ്യുന്നില്ല, അതൊന്ന് റീഫ്രഷ് ചെയ്യാണ് കേട്ടോ. AC റീഫ്രഷ്. A ഫോർ അറബിക്, C ഫോർ ചൈനീസ്, R ഫോർ റഷ്യൻ, then E ഫോർ ഇംഗ്ലീഷ്, F ഫോർ ഫ്രഞ്ച്, then RE വീണ്ടും ഒഴിവാക്കുന്നു, S എന്ന് പറയുന്നത് സ്പാനിഷ്. ഇത്രയും കോഡുകളാണ് ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരുടെ പ്രതികരണങ്ങൾ നല്ലതാവുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള ഒരുപാട് കോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിത് ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ, ഒന്നാമത്തെ ക്ലാസ്സിൽ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾ ഇത് പഠിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇത് ഏതെങ്കിലും രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്, തിരുത്താൻ നിൽക്കരുത്. ആ രീതിയിൽ തന്നെ പൊക്കോട്ടെ. കാരണം കോഡുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ച് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെ ഉൾക്കൊള്ളുക. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡുകളായിട്ട് നമ്മൾ ഇനിയും വരും. നിങ്ങളുടെ പ്രചോദനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വരും. നിങ്ങളുടെ കമന്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കോഴ്സിന് താഴെ റൈറ്റ് റിവ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്തുകൊണ്ട് നല്ലൊരു റേറ്റിംഗ് നൽകാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു കോഴ്സ് മാത്രമല്ല, ഈ ഒരു പ്രൊഫൈലിൽ ആസിഫ് തുളുവത്ത് എന്ന് പറയുന്ന പ്രൊഫൈലിൽ 12ാമത്തെ കോഴ്സ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ കോഴ്സുകളും നിങ്ങൾ വാച്ച് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ അതിനും നല്ലൊരു റേറ്റിംഗും റിവ്യൂ നൽകണം. കൂടാതെ അൺഅക്കാദമി പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള കോഡുകളും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ പ്ലസ് സബ്സ്ക്രിപ്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമെങ്കിൽ ഇതിനെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്റെ റെഫറൽ കോഡ് ഞാൻ നൽകുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ കോഡ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന അഭിപ്രായം അറിയിക്കുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഈ ഒരു പ്രൊഫൈൽ മുന്നോട്ട് പോകുന്നത്. സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്, തുടർന്നും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം ഈ ലെസൺ നിർത്തുന്നു. അടുത്ത ടോപ്പിക്കിൽ അടുത്ത കോഡുകളുമായിട്ട് കണ്ടുമുട്ടും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.